ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ നമ്മുടെ കഥയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടിക്കണേ. ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സൈറ്റിലോ ഒന്നും ഇല്ലാത്തവർ നല്ല പച്ചക്ക് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ. നമുക്കിവിടെ പരിമിതി ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വലിച്ചു നീട്ടാണ്ട് കഥയിലേക്ക് അങ്ങ് പോയാലോ. എന്തേലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് സൽമ ജോലിക്ക് ഒതുക്കി മൂത്ത മകനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് റോഡിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു പയ്യൻ കടയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. ഈ ബംഗാളികളൊക്കെ നാട്ടിൽ ജോലിക്കായി വന്നിട്ടിപ്പോൾ മലയാളിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ആയല്ലോ. ഇടം കണ്ടിട്ട് അവനെ നിന്ന് നോക്കിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. സമയം മുന്നോട്ട് നീങ്ങി. പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങിയതും കുഞ്ഞിനെ കൊടുക്കണമല്ലോ. കൊച്ചല്ലേ, കൊച്ചിനെ എന്താ കൊടുക്കുക, അത് തന്നെ. അവൾ അതൊക്കെ ഇങ്ങനെ ഇതാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ അവളുടെ ബാപ്പ ബഷീറായിരുന്നു. കണ്ടപാടെ കുഞ്ഞിനെ എടുത്ത് അയാൾ മോളുടെ തോളിൽ ഇതാക്കി അകത്തേക്ക് കയറി. വാപ്പ എന്താ ഈ നേരത്ത്, ഉമ്മ എവിടെ? ഞാൻ ഈ ടൗണിൽ പോയി വരുവാടി മോളെ, വരുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. മോനെവിടെ, പഠിക്കാൻ പോയോ? പോയി വാപ്പ. അവളതും പറഞ്ഞ് കുടിക്കാൻ എടുക്കാനായി വേഗം അടുക്കളയിലേക്ക് കയറി. ബഷീറാണെങ്കിൽ അവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കാനും. എന്നാ വാപ്പ ഇത് കുടിക്ക്. 5 മിനിറ്റ് കഴിഞ്ഞതും സൽമ ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി എത്തി. ആകെ നാശമല്ലോ മോളെ വീടെല്ലാം. പുല്ല് പിടിച്ചും പൊടി കയറിയും വൃത്തിയാക്കലൊന്നുമില്ല ഇവിടെ. ഞാൻ എന്ത് ചെയ്യാനാ വാപ്പ, ഈ കുഞ്ഞിനെ ഇട്ട് അടുക്കളപ്പടി എടുക്കാൻ തന്നെ പാടാ, പിന്നെയല്ലേ പുറം പണി. അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് ചുണ്ട് മലർത്തി. അതും ശരിയാ, ഞാൻ മോളോട് പറഞ്ഞല്ലേ കുറേ നാൾ ഉമ്മയും കൂട്ടി ഇങ്ങോട്ട് കൂട്ടാൻ. അതൊന്നും വേണ്ട വാപ്പ, ഒന്നാമതേ വയ്യ പാവത്തിന്. എന്നാൽ പിന്നെ പുറം പണിക്ക് 2 ബംഗാളിയെ വിളിച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. ദൂരോട്ടൊന്നും പോകണ്ടല്ലോ, ജോലിക്കാരടുത്ത് തന്നെ ഇല്ലേ. എൻ്റെ വാപ്പി, മലയാളം പോലും എനിക്ക് നല്ലപോലെ അറിയില്ല, അപ്പോഴാ ബംഗാളി. അവളുടെ സംസാരം കേട്ടയാൾ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. ഇനി നീ ബംഗാളി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞേൽപ്പിച്ചേക്കാം, പോരെ. അയാൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാനായി പുറത്തേക്ക് ഇറങ്ങിയതും സൽമ കാണുന്നത് രാവിലെ മകനെ വണ്ടിയിൽ കയറ്റാൻ പോയപ്പോൾ കണ്ട് ബംഗാളി തിരിച്ചു വരുന്നതായിരുന്നു. ബഷീർ അയാളെ തന്നെ കൈകൊട്ടി വിളിച്ചതും മേലേക്ക് കയറാൻ പോയ അവൻ അകത്തേക്ക് നടന്നു വന്നു. എന്താ ചേട്ടാ? അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചതും സൽമയും ബഷീറും മുഖത്തോട് മുഖമൊന്ന് നോക്കി. മലയാളിയായിരുന്നു താൻ? സ്ഥലം പാലക്കാടാ, ഇവിടെ ജോലിക്കായി വന്നതാ. അവനത് അയാളോട് പറയുമ്പോൾ പിന്നിൽ കുഞ്ഞുമായി സൽമ അവൻ അട്ടിമുടിയൊന്ന് നോക്കി. ഇവനല്ലേ അന്ന് വൈകിട്ട് മേലിൽ നിന്ന് ഇവിടേക്ക് നോക്കിയത്? ഇവൻ തന്നെ ആയിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. ആണോ? അതെന്തായാലും കാര്യമായി. അതിരിക്കട്ടെ, ഇവിടെ ഇപ്പം ആരുമില്ലേ? മലയാളിയാണെന്ന് തിരിഞ്ഞതും ബഷീർ അവനോട് കാര്യങ്ങൾ തിരക്കി. ഇല്ല ഏട്ടാ, അവർക്ക് ജോലി കുറവായത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി. അതുകൂടി കേട്ടതും സൽമ ഉറപ്പിച്ചു അന്ന് തന്നെ നോക്കിയത് ഇവൻ തന്നെയാണെന്ന്. എന്തായാലും താൻ പണിയില്ലാതെ നിൽക്കുമല്ലേ, 2-3 ദിവസത്തെ ജോലിയുണ്ട്, ചെയ്യാവോ? ചെയ്യാൻ ചേട്ടാ. എവിടെ വരണ്ടേ? ഇവിടെ തന്നെ. ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പുല്ലൊക്കെ വെട്ടി വേസ്റ്റ് കുറച്ചുണ്ട്, അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം. ഞാൻ ചെയ്യാമല്ലോ. 3-4 ദിവസമായി ജോലി ഇല്ലാതിരുന്ന് അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അയാളെയും അവളെയും ജോലി കിട്ടിയ സന്തോഷത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലും പല പല ചിന്തകളിലായിരുന്നു. എന്നാലും ഇവൻ എന്തിനായിരിക്കും എന്നെ നോക്കിയത്? ഇനി എന്നെ തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന സുന്ദരികളെ നോക്കാത്ത ആണുങ്ങളുണ്ടോ? അവൾ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വാപ്പയുമേയും എല്ലാ അകത്തേക്ക് കയറി. നാട്ടിൽ പലചരക്ക് കടയുമായി നടന്ന ഷാജിയുടെ ബിസിനസ്സുകൾ തകർന്നത് കൊറോണയുടെ വരവോടുകൂടിയായിരുന്നു. സാധാരണക്കാരൻ പോലും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതും അയാൾ ശരിക്കും വീണുപോയിരുന്നു. അവസാനം കടയും പൂട്ടി വീട്ടിലിരിപ്പായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് താൻ ഈ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സത്യം. 5-6 മക്കളുള്ള കുടുംബത്തിലെ ഇളയ സന്തതിയാണെങ്കിലും ഷാജിയുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കാണാൻ കുറച്ച് ഭംഗി മാത്രം. അത് വെച്ചായിരുന്നു ഷാജി സുന്ദരിയായ സൽമയെ വളച്ചതും അവളെയും കൊണ്ട് ഒളിച്ചോടിയതൊക്കെ.
സൽമയുടെ വീട്ടുകാർ കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് മുൻപന്തിയിലായതുകൊണ്ടും ഒറ്റ മകളോടുള്ള സ്നേഹം കൊണ്ടും അംഗങ്ങൾ കൂടുതലുള്ള ആ ഓടിട്ടപ്പുരയിൽ നിന്ന് ഷാജിയെയും സൽമയെയും പിണക്കങ്ങളൊക്കെ മറന്ന് വീട്ടിലേക്ക് വിളിച്ചത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന അവന് ജംഗ്ഷനിലൊരു പലചരക്ക് കട ഇട്ട് കൊടുക്കുകയും താമസിക്കാൻ 2 നിലയുള്ള മനോഹരമായൊരു വീട് പണിത് കൊടുത്തിരുന്നു അവർ. എല്ലാം തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള അഹങ്കാരം സൽമയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയായിരുന്നു അവനോട് ഇടപഴകിയതും സ്നേഹിച്ചതും ഒക്കെ. മുഖത്ത് വില കൂടിയ സൗന്ദര്യ വസ്തുക്കൾ, കഴിക്കാനും ഉടുക്കാനും ഒക്കെ വില കൂടിയ ഭക്ഷണവും തുണികളും. രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങളും വളരെയധികം വ്യത്യാസമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചു വന്ന അവളെ ഇതിനോടെല്ലാം വീണ്ടും ഭ്രമിപ്പിച്ചത് ഷാജിയുടെ ഭാര്യസ്നേഹം തന്നെയായിരുന്നു. പക്ഷേ കടയും പൂട്ടി കയ്യിലുള്ള പണവും തീർന്നു തുടങ്ങിയതും അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. സാധാരണ പെണ്ണുങ്ങളെക്കാൾ കുറച്ചധികം ഇളക്കുള്ള സൽമ 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന ഷാജിയുമായി ചെറിയ വഴക്കും പിണക്കവുമൊക്കെയായി രണ്ടുപേരുടെ സംസാരത്തിന് പോലും നീളമില്ലാതെയായും വീണ്ടും അവളുടെ ബന്ധുക്കളൊക്കെ സഹായിച്ച് വേഗം തന്നെ ഗൾഫിലേക്ക് പറന്നു. ഒറ്റയ്ക്കായിപ്പോയ സൽമയും 2 വയസ്സുള്ള കുഞ്ഞിനെയും വീട്ടിൽ വിളിച്ചെങ്കിലും അവൾ പോകാൻ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ കാര്യം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തന്നെയായിരുന്നു അവൾക്ക്. പുറത്തെവിടെയും പോകില്ല, 4 പേര് കുറ്റം പറയുന്ന സ്വഭാവം ഒന്നും തന്നെ ഇല്ല. പക്ഷേ വീട്ടിനുള്ളിൽ അവൾ വളരെ ഹാപ്പിയായിരുന്നു. തൊട്ടടുത്തൊക്കെ ബന്ധുക്കളും കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിയവനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി. ഷാജി പോയതിനു ശേഷം 5 വർഷങ്ങൾ അതിവേഗമായിരുന്നു കടന്നു പോയത്. പോയ പോക്കിൽ തന്നെ വിചാരിച്ചതിലും കൂടുതൽ ശമ്പളവും മുഷിപ്പില്ലാത്ത ജോലിയൊക്കെ കിട്ടിയ ശേഷം ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക്: എങ്ങനെയും പണം ഉണ്ടാക്കണം. ഈ കാര്യത്തിൽ പണി കിട്ടിയതാണെങ്കിൽ സൽമയ്ക്കും. പണ്ട് മുതലേ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമുള്ള അവൾക്ക് ഈ ആർഭാടങ്ങൾക്കൊപ്പം തന്നെ മത്ത് പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു മറ്റേ പരിപാടി. കെട്ടിയ നാട്ടിലുള്ളപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ പോലും പണിയെടുപ്പിച്ചിരുന്നവൾ പട്ടിണിയായ പോലെ ആയിരുന്നു ഇപ്പോൾ. അയാൾ പോയി 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷമായപ്പോഴേക്കും സാഹികെട്ടായിരുന്നു അവൾ കെട്ടിയവനെ നാട്ടിലേക്ക് വരുത്തിയത്. നാട്ടിലേക്ക് വന്നവനെ രാവും പകലും എങ്ങോട്ടും വിടാതെയായിരുന്നു സൽമ പണിയെടുപ്പിച്ചത്. അമിതമായി വന്ന കാശിൻ്റെ ആർത്തിയിൽ വീടിന് മുന്നിൽ തന്നെ നീളത്തിൽ റോഡിനോട് ചേർന്ന് 3-4 മുറികളുള്ള കടകളും മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ എന്ന പോലെ 2 മുറികളും ചെറിയ ഹാളും അടക്കം ഒരു കുഞ്ഞു വാടക വീട് വന്നു നിന്ന് 6 മാസം കൊണ്ട് അയാൾ അങ്ങ് ഉണ്ടാക്കിയിരുന്നു. തിരിച്ചു പോകുന്നതിന് മുൻപ് സൽമയ്ക്ക് 2ാമതും വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട നാസർ അവിടെ നിന്ന് പറഞ്ഞത്. മാസങ്ങൾ വീണ്ടും പൊക്കൊണ്ടിരുന്നു. കടകളൊക്കെ അവളുടെ വാപ്പയുടെ നേതൃത്വത്തിൽ പലർക്കും വാടകയ്ക്ക് കൊടുത്തു. കിട്ടുന്ന വാടകയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിലും തീർക്കാൻ ഒട്ടും മടിയില്ലായിരുന്നു അവൾക്ക്. അതുപോലായിരുന്നു പണം വന്നുകൊണ്ടിരുന്നത്. 2ാമത്തെ കുഞ്ഞിന് 1 വയസ്സാറായപ്പോഴേക്കും തിന്നു കൊഴുത്ത് അവൾക്ക് ശരിക്കും ഒരു കുതിരയെ പോലെ മാറിയിരുന്നു. പിന്നെ ഒറ്റയ്ക്കല്ലേ, എന്തൊക്കെയായിരിക്കും. അതുകൊണ്ടെന്താ, ഓൺലൈനിൽ പലവിധ വസ്തുക്കൾ ഉപയോഗിച്ച് പല രീതിക്കും അവൾ ഇങ്ങനെ സ്വർഗം കണ്ടെത്തി. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തിനുള്ള ജീവിതം നയിച്ചു മുന്നോട്ട് അങ്ങനെ നീങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ബഷീർ പറഞ്ഞേൽപ്പിച്ച പോലെ ജോലി ചെയ്യാനായി അവനെത്തി. പതിവ് പോലെ മോനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു വരുന്ന സൽമ കാണുന്നത് സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ള തിണ്ണയിൽ പണിസാധനമൊക്കെ വെച്ചിട്ട് ജോലി ഷർട്ട് ഇടുന്ന അവനെയാണ്. ആള് മലയാളിയാണെങ്കിലും കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നില്ലായിരുന്നു. ഏറി വന്നാൽ ഒരു 28-30. മെലിഞ്ഞ് നീളുള്ളതാണെങ്കിലും അവളുടെ കണ്ണുകൾ പറഞ്ഞത് എവിടേക്കോ ആയിരുന്നു. കാണാൻ ഇരുനിറമുള്ള അത്യാവശ്യ സൗന്ദര്യമുള്ളവൻ അവളെ കണ്ടത് നോക്കിയൊന്ന് ചിരിച്ചു. ആ താത്ത, എവിടെയാ പണി? ഇവിടെ നിന്നങ്ങ് തുടങ്ങട്ടെ, അവൻ ചോദിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. അവിടെ നിന്ന് തുടങ്ങിക്കോ, വേസ്റ്റും പുല്ലും ഒക്കെ വീടിന് പിറകിലിട്ടാൽ മതി കേട്ടോ. ആ ഓക്കെ താത്ത, എങ്കിൽ ഞാൻ തുടങ്ങട്ടെ ജോലി. പണി സാധനമൊന്നും ഇല്ലായിരുന്നു അതെടുക്കാൻ പോയ കുറച്ച് താമസിച്ചത്. അവൻ പരിചയമുള്ള ആളിനെ പോലെ വാതോരാതെ പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് കടന്നു. സൽമയാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോഴും മനസ്സാകെ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. എങ്കിൽ ഞാൻ തുടങ്ങട്ടെ ജോലി. എന്തൊക്കെയാണെങ്കിലും അവനേക്കാൾ 2-3 വയസ്സിന് മൂത്തത് ഞാൻ തന്നെ ആയിരിക്കും. എന്നാലും ഒരു താത്തയാവാനുള്ള പ്രായമൊക്കെ തോന്നും എനിക്ക്.
എപ്പോഴും തൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന അവൾക്ക് അവൻ്റെ ആ വിളി ഒട്ടും ദഹിച്ചില്ലായിരുന്നു. ഇനി ചിലപ്പോൾ അവൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ചിറക്കി കിടത്തിയിട്ട് അടുക്കളയിലേക്ക് കയറി. നിമിഷങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇനി സൽമയെക്കുറിച്ച് അറിയണ്ടേ? വിവാഹത്തിന് ശേഷം നാട്ടുകാർ പോലും സൽമയെ അധികം കണ്ടിട്ടില്ല എന്ന് വേണേൽ പറയാം. വീട്ടിലൊതുങ്ങി നിൽക്കുന്ന അവളെ അടുത്ത് കണ്ടാൽ ഏതൊരാണിൻ്റെയും ചോരന്ന് തിളയ്ക്കും. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഷാജി അവളെ പുറത്തിറക്കിയാൽ മൊത്തം തുണി കൊണ്ട് മൂടുന്നത്. എല്ലാം അവൻ്റെ ഭാഗ്യം, അല്ലാതെന്താ അല്ലേ? നല്ല വെളുത്ത നിറമായിരുന്നു. സിനിമ നടിമാർ തോൽക്കുന്ന മുഖസൗന്ദര്യമായിരുന്നു സൽമയ്ക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴും മുഖത്ത് ചായം പൂശി കിടക്കുന്ന അവൾക്ക് 5.5 അടിയോളം പൊക്കമുണ്ടായിരുന്നു. നല്ല ശരീരവും നല്ല രീതിക്ക് മുന്നും പിന്നും ഒക്കെ. എന്താ പറയുക, അതൊക്കെ പോരെ ഒരുത്തന്. കയ്യിൽ നിറയെ ചെമ്പൻ രോമങ്ങളാണെങ്കിൽ സ്വർണ്ണക്കൊലുസിട്ട കാലുകളിൽ ആ കറുത്ത ചുരുണ്ട രോമങ്ങളായിരുന്നു അവളുടെ. അതൊക്കെ കെട്ടിയവൻ്റെ സാമീപ്യമില്ലെങ്കിലും സ്വയം രസിക്കാനുള്ള പലതും അവളുടെ പക്കലുണ്ടായിരുന്നു, ആവശ്യത്തിലധികം. ജോലിക്ക് വന്നവൻ താത്താന്ന് വിളിച്ചെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന അതൊക്കെ തന്നെയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഏതൊരാളും നോക്കി വെള്ളമിറക്കി പോകുന്ന നല്ലൊരു സാധനം. എന്നാൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോലും ഷോളിട്ട് മറിച്ചാണ് ഇറങ്ങാറ്. തനിക്കൊരിക്കലും ഇതാക്കാത്ത രീതിക്ക് അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആരെയും കാണിക്കാനോ അതുവഴി കെട്ടിയനറിയാതെ പുതിയ ബന്ധം ഉണ്ടാക്കാനോ ഒന്നും അവൾ നിന്നിരുന്നില്ല. എല്ലാം കാത്തിരുന്ന് തീർക്കുന്നതും രസിക്കുന്നതുമൊക്കെ ഷാജിയായിട്ട് മാത്രമായിരുന്നു. മൂളിപ്പാട്ടൊക്കെ പാടി അടുക്കളയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴാണ് അവളുടെ കണ്ണുകൾ വാതിലേക്ക് മാറിയത്. അടുക്കള വാതിന് താഴെ ഒരു കൈലി എടുത്ത് ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ ജോലിക്കാരനെയാണ് നിൽക്കുന്നത് അയാളെ കണ്ടത്. അവളെ കണ്ടെന്ന് മനസ്സിലായതും അവൻ മെല്ലനെ ചിരിച്ചു. താത്ത, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി. സൽമ വേഗം തന്നെ ഒരു ജഗിൽ വെള്ളമെടുത്ത് വാതിലിൽ നിൽക്കുന്ന അവൻ്റെ നേരെ നീട്ടി. ഒന്നും പറയണ്ട താത്ത, ജോലിയും വെയിലും കൂടി ആയപ്പോഴേക്കും ആകെ കുഴഞ്ഞുപോയി, അതാ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ച്. അവളുടെ അടുത്തുനിന്ന് വേഗം മാറാൻ താല്പര്യമില്ലാതിരുന്ന അവൻ സൽമയോടായിട്ട് പറഞ്ഞു. നല്ല വെയിലുണ്ട്, വേണേൽ കുറച്ചേരം മാറിയിരുന്നിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല താത്ത, നമ്മുടെ ജോലിക്ക് എന്ത് വെയിൽ എന്ത് മഴ. അവൻ അത് പറഞ്ഞുകൊണ്ട് വെള്ളവുമായി തിരിയുമ്പോഴും അവൾ ഇടം കണ്ടിട്ട് മെല്ലെ ഒന്ന് നോക്കാൻ മറന്നില്ലായിരുന്നു. ആകെ കഴിഞ്ഞു നിൽക്കുന്ന അവനെ കണ്ട് പാവം തോന്നിയ സൽമ മെല്ലെ താഴേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അബദ്ധം പറ്റിയതറിഞ്ഞത്. തൻ്റെ നൈറ്റിയൊക്കെ ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കത്തില്ലേ, ആ നിപ്പിലായിരുന്നു അവൾ നിന്നിരുന്നത്. വെറുതെ അല്ല അവൻ കണ്ണെടുക്കാനോ നോക്കിയത്. എന്നാലും അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും? അവളുടെ മനസ്സിലേക്ക് ചിന്തകൾ കുമിഞ്ഞു കൂടി. അല്ലെങ്കിൽ ഞാനെന്തിനാ നാണിക്കുന്നത്? വെള്ളം കുടിക്കാൻ വന്നവന് കിട്ടിയത് ഡബിൾ ലോട്ടറി അല്ലേ? മെലിഞ്ഞിരുന്നാൽ എന്താ, അവൻ്റെ നോട്ടം കണ്ടില്ലേ, ഇറച്ചിക്കടയിൽ പട്ടി വന്ന് കിടക്കും പോലെ. സൽമ തൻ്റെ അതൊക്കെ നോക്കി അസൂയയുടെ ഓർമ്മിച്ച് പെറുവിറുത്ത് കൊണ്ട് വീണ്ടും ജോലിയിലേക്ക് മുഴുകി. അവൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും അവൻ പുറത്തെ വെയിലും കൊണ്ട് ജോലി തന്നെ ആയിരുന്നു. കലവില സംസാരിക്കുന്നവനാണെങ്കിലും ജോലിയിൽ ആത്മാർത്ഥതയുണ്ട്. എന്നാൽ പുറത്ത് വെയിൽ കൊണ്ടും വിയർപ്പൊഴുകി പണിയെടുക്കുകയാണെങ്കിലും അവൻ്റെ അവിടെ ഉള്ളത് നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇവിടേക്ക് വന്ന നാൾ മുതൽ ഇവളെ ഒന്ന് അടുത്ത് കാണാനെങ്കിലും കൊതിച്ചു പോയ അവന് ലോട്ടറി തന്നെയായിരുന്നു ശരിക്കും ഈ ജോലി. മിക്കപ്പോഴും മകനെ സ്കൂളിൽ വിടാൻ ലോഡിലിറങ്ങുമ്പോഴും വൈകിട്ട് സിറ്റൗട്ടിലിറങ്ങിയിരിക്കുമ്പോഴൊക്കെ ആരും കാണാതെ അവൻ്റെ കണ്ണുകൾ സൽമയുടെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങ് നാട്ടിൽ ജോലിക്ക് പോയ വീട്ടിലൊരു പെണ്ണിനെയും അവളുടെ അമ്മേനെയും മാറി മാറി നല്ല രീതിക്ക് കൊടുത്തു. അതെന്താ, ഭർത്താവ് കട്ടിലിനിൽ നിന്ന് പിടിച്ചപ്പോൾ അതിലെ തല്ലും കിട്ടിയതാ. ആ നാണക്കേട് മറക്കാനാ ഇവിടെ ദൂരേക്ക് വന്നുള്ള ഈ ജോലി. ആളൊരു കുരുത്തം കെട്ട സാധനം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും സ്വന്തമല്ലാത്ത പെണ്ണിൻ്റെ അതൊക്കെ അറിയാൻ എവിടെ പോയാലും അതിന് മാത്രമേ തേടുകയുള്ളൂ. അങ്ങനെയാണ് സൽമയും അവൻ്റെ കണ്ണുകളിലടക്കിയത്. വാതോരാതെ കലപില സംസാരിക്കുന്ന ശീലമുള്ള അവൻ്റെ മുന്നിൽ ആരായാലും ഒന്ന് വീണു പോകും. അങ്ങനെയായിരുന്നു അവൻ്റെ സംസാരം. സമയം 4 മണി കഴിയുന്നു. സ്കൂളിൽ നിന്ന് വന്ന മകനെ വിളിക്കാനായി പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവൾ കാണാതെ കണ്ണിറയെ നോക്കുന്നത് അവളുടെ അവിടെയൊക്കെ തന്നെയായിരുന്നു. എന്താ പറയുക,
അവൻ്റെ സ്വയം പരിപാടിക്കുള്ള ഇതിനൊക്കെ അവൾ വഴിയൊരുക്കുന്നുണ്ട്. താത്ത തിരിച്ചു വന്ന് അകത്തേക്ക് കയറി വാതിലൊക്കെ അടച്ച് അവൻ എന്താ പറയുക സ്വന്തമായിട്ടൊന്ന് ഇതാക്കി. എന്നിട്ടൊന്ന് മുരണ്ടു. പതിയെ ജഗ്ഗിലിരുന്ന് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് അവളെ ഒരു വട്ടം കൂടി അടുത്ത് കാണാൻ വേണ്ടി മെല്ലെ അടുക്കള വാതിലേക്ക് നടന്നു. എന്നാൽ അവൻ്റെ ആ പ്രവൃത്തി സൽമ അടുക്കളയിലെ ജനലിലൂടെ തന്നെ കണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് വാങ്ങുന്ന മകന് ചായ എടുക്കാൻ കയറുമ്പോഴായിരുന്നു അവൻ വെള്ളം എടുത്ത് കളയുന്നത് കണ്ടത്. അവൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയവൾ വേഗം തന്നെ ശബ്ദം ഉണ്ടാക്കാതെ അടച്ചു കുട്ടിയിരുന്ന വാതിലിൻ്റെ കുറ്റി മാറ്റിയിട്ട് മാറി നിന്നു. കുടിക്കാൻ ദാഹിച്ചാണോ അതോ എന്നെ കണ്ട് ദാഹിച്ചിട്ടാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ന പോലെ കാൽപ്പാദം വരെ മറിഞ്ഞു കിടന്ന നൈറ്റി ചെറുതായിട്ടൊന്ന് ഇതാക്കി വെച്ചു. ഇപ്പോൾ വലത് കാലിൻ്റെ മുട്ട് വരെയും അത്രയേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും അവളെ. ഇന്നേ വരെ കെട്ടിയനല്ലാതെ ഒരു പുരുഷനോടും മോശമായിട്ടൊരു ചിന്തയില്ലാതിരുന്ന അവൾക്ക് ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം തന്നെയായിരുന്നു ആ നിമിഷം. പെട്ടെന്നായിരുന്നു അവൻ്റെ വിളി എത്തിയത്. താത്ത നീട്ടിയുള്ള ആദ്യ വിളിയിൽ തന്നെ സൽമ ചാരിക്കിടന്ന വാതിൽ തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. താത്ത കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. അവൻ ചെറുചിരി നൽകി പാത്രം കൊടുക്കുമ്പോൾ അവൻ്റെ നോട്ടത്തിൽ ശരിക്കും ചൂളിപ്പോയിരുന്നു സൽമ. ഇങ്ങനെ പോയാൽ നീ എൻ്റെ ചോര മുഴുവനും കുടിക്കല്ലോടാ. അവൾ മനസ്സിൽ മുഴിഞ്ഞുകൊണ്ട് മുഖത്ത് ദേഷ്യമൊന്നും കാണിക്കാതെ വേഗം പാത്രം വാങ്ങി അകത്തേക്ക് തിരിയുമ്പോഴാണ് ശരിക്കും കത്തിയത്. എന്താ പറയുക, അവൻ്റെ നോട്ടം മേളിൽ അവിടെ തന്നെയാണ്. അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ നിന്ന അവൾ ചെറുതായിട്ടൊന്നും അത് മറന്നുപോയി മറച്ചു വെക്കാനേ. നിനക്കിപ്പോഴും ലോട്ടറി ആണല്ലോ ചെറുക്ക. എൻ്റെ ഉമ്മ ഇവൻ്റെയൊക്കെ കൈപ്പെട്ട കടിച്ച് കീറും പെണ്ണുങ്ങളെ. അവളതും പറഞ്ഞ് വാതിലേക്ക് നീങ്ങി വെള്ളം കൊടുക്കുമ്പോൾ അവൾ പോലും അറിയാതെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയും വിടർന്നിരുന്നു. വേഗം തന്നെ വെള്ളം വാങ്ങിയവൻ അവളെ അടിമുടിയൊന്ന് സ്കാൻ ചെയ്ത് ആ രൂപം മനസ്സിലേക്ക് പതിപ്പിച്ചിട്ടാണ് തിരിച്ചു പോയത്. എന്നാലും ഇങ്ങനെയുണ്ടോ നോട്ടം? അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടി അതൊക്കെ കെട്ടിപ്പറിഞ്ഞ് വെച്ചേക്കുന്നത്? ആ പഴയ ആവേശവും ആർത്തിയും ഒന്നും കെട്ടിയവന് പോലും ഇല്ല. ഇപ്പം മുഴുവൻ സമയവും കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രം. സൽമ നീരസത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് മകന് ചായ കൊടുക്കാനായി പോയി. അവനാണെങ്കിൽ സൽമ പറഞ്ഞ പോലെ ലോട്ടറി അടിച്ച ഫീൽ തന്നെയായിരുന്നു. 5:30 ആയപ്പോൾ തന്നെ ഇന്നത്തെ പണി നിർത്തി സാധനങ്ങളൊക്കെ പുറത്തുതന്നെ ഒതുക്കി വെക്കുമ്പോൾ സൽമ മുൻവാതിലും തുറന്ന് പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും അവളായിരുന്നു ആദ്യം ചിരിച്ചത്. അവനെ കണ്ടതും കൈ ചുരുട്ടി പിടിച്ച ശമ്പളം കൊടുക്കുമ്പോൾ മുഴുവനും മെല്ലെ ഒന്ന് ചിരിച്ചു. കയ്യിൽ കുട്ടിയുള്ള കാരണം സീനൊന്നും കിട്ടിയില്ലെങ്കിലും താത്തയുടെ തൃപ്തിയോടുള്ള ചിരി അവൻ്റെ മനസ്സ് നിറച്ചിരുന്നു. എല്ലാം കാട് പിടിച്ച് കിടക്കുക താത്ത, 3-4 ദിവസമെങ്കിലും എടുക്കും ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ, അവൻ താത്തയോടായിട്ട് പറഞ്ഞു. സമയമെടുത്തിട്ടായാലും വേണ്ടിയില്ല, ഇതുപോലെ തന്നെ വൃത്തിക്ക് ചെയ്താൽ മതി. നാളെ വരില്ലേ? വരും താത്ത, പണി സാധനമൊക്കെ ഇവിടെ വെച്ചിരിക്കുക, ഞാൻ രാവിലെ വന്ന് തുടങ്ങിയേക്കാം. അവനത് പറഞ്ഞുകൊണ്ട് മെല്ലെ നടന്നു നീങ്ങി. ജോലി ചെയ്ത് ക്ഷീണിച്ച് നടന്നു നീങ്ങുന്ന അവനെ ഒന്ന് നോക്കിയിട്ട് അവളും അകത്തേക്ക് കയറി. സമയം രാത്രി 10 മണിയാകുന്നു. രാത്രി കെട്ടിയ ഷാജിയുടെ വിളിയും കാത്തിരിക്കുന്ന സൽമ കുട്ടികളെ ഉറക്കി കിടത്തി യൂട്യൂബിലെ കുറേയൊക്കെ കണ്ട് ഞാൻ നല്ല രീതിക്ക് ഇരിക്കുമ്പോഴായിരുന്നു വിളിയെത്തിയത്. ഇക്ക, ഇത്ര സമയം എന്തെടുക്കുമായിരുന്നു ഇക്ക? എത്ര സമയം ഞാൻ കാത്തിരിക്കുന്നു? സൽമ ചെറിയൊരു നീരസം പ്രകടമാക്കി ചോദിച്ചു. കഴിക്കാനുള്ളത് ഇപ്പോഴാടി മോളെ വന്നത്, അതാ താമസിച്ച്. അവളുടെ ദേഷ്യം അടക്കാനായി അയാൾ കുറച്ച് പൈങ്കിളിയായി. മക്കളൊക്കെ ഇറങ്ങിയോ? ഇക്ക, 2 പേരും ഇറക്കി കിടത്തിയിട്ട് ഇക്കായം കാത്തിരുന്നതാണ് ഞാനിവിടെ. അതെനിക്കറിയില്ലേടി കള്ളി, ഞാനും എൻ്റെ മൊഞ്ചത്തിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് തന്നെ. അയാൾ മെല്ലെ ക്യാമറ ഓണാക്കി പതിവ് പോലെ അതൊന്ന് കാണിച്ചു സൽമയെ. അത് കണ്ടതും ഉള്ളിലുള്ള നീരസമൊക്കെ മറന്ന് അവൾ എന്താ പറയുക ഒന്ന് ചിരിച്ചു. സന്തോഷമായി എന്ന് വേണം പറയാൻ. ജീവിക്കുന്നതൊക്കെ കൊള്ളാം, ഇവിടെ ഒരാൾ പട്ടിണിയാണെന്ന് മറക്കണ്ട ഇക്ക. അതൊന്ന് മാറ്റിക്കേ നോക്കട്ടെ ഞാൻ അവനെ. എൻ്റെ ചക്കര നല്ല ഫോമിലാണല്ലോ. ഞാൻ അങ്ങോട്ട് വന്ന് ഇതാക്കട്ടെ മോനെ നിന്നെ. കണ്ടില്ലേ ഇക്കാടത്? എന്താ ഒന്ന് ബായിക്ക, വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോ. ഷാജിയുടെ അത് കണ്ടതും സൽമയ്ക്ക് ശരിക്കും ഇളകിയെന്ന് വേണം പറയാം. ഓരോ ദിവസവും ഇടവിട്ട് കെട്ടിയനായിട്ടുള്ള ഈ വീഡിയോ കോൾ വിളിയ കുറച്ചെങ്കിലും ഒരു ആശ്വാസം. അവളും ക്യാമറ ഓണാക്കി പതിയെ അതും ഇതൊക്കെ കാട്ടി.
ഓ എന്തല്ലേ. അങ്ങനെ പിന്നെ വീഡിയോ കോളിലൂടെ നമ്മുടെ ഇക്കയും മോളും നല്ലൊരു പരിപാടിയെങ്കിൽ നടത്തി. അവസാനം എന്താ പറയുക, ഷാജി വരാത്തതിൻ്റെ സങ്കടം പ്രകടിപ്പിക്കപ്പോൾ അതിനൊക്കിനി സമയം കിടക്കില്ല സൽമ പെണ്ണെന്ന് പറഞ്ഞ്. അപ്പോൾ സൽമ പറയുക, അല്ലെങ്കിലും എനിക്കൊക്കെ കാശ് മതിയല്ലോ. എന്നാൽ അവളുടെ അതിൻ്റെയൊക്കെ സങ്കടം കേട്ടിരുന്നാൽ വഴക്കാവും അറിയാവുന്ന ഷാജി വേഗം തന്നെ ആ വിഷയത്തിൽ നിന്ന് തന്നെ തെന്നി മാറി. എടി സൽമേ, ഇടം പരിസരമൊക്കെ വൃത്തിയാക്കാൻ നിൻ്റെ വാപ്പ ആളിനെ ഏൽപ്പിച്ചിട്ടിട്ട് വന്നായിരുന്നു. തൻ്റെ സങ്കടം പറഞ്ഞതിൽ നിന്ന് പിന്മാറിയതാണെന്ന് മനസ്സിലാക്കിയവൾ ഇരുത്തിയൊന്ന് മൂളി. ആ, മലയാളിയാണോ ബംഗാളിയാണോ? ബംഗാളിയാണിക്ക, നമ്മുടെ കടയുടെ മേലെ താമസിക്കുന്നതാ. അതെന്തായാലും കാര്യമായി. മലയാളികൾ വല്ലതും ആണെങ്കിൽ നിൻ്റെ പിറക്കിന് മാറില്ലല്ലോ. അത്ര ചുന്ദരിയല്ലേ എൻ്റെ പെണ്ണ്. ഓ, കൂടുതൽ പൊക്കല്ലേ. എനിക്ക് പണ്ടുള്ളതാ ഈ കള്ളസ്നേഹം. അതല്ലെങ്കിലും നീ പറയും. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. പിന്നെ സുന്ദരിയാണെന്ന് പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. എൻ്റെ സാൽമ, നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ കാണുമോ? ഷാജിയുടെ സംസാരത്തിൽ വീണുപോയ സൽമ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി കെട്ടിയവനെ ഒന്ന് കൊഞ്ചി കാണിച്ചു. ബംഗാളിയാണെങ്കിലും അവൻ നോക്കി നമ്മുടെ ചോര കുടിക്കും. സൽമ ആ മലയാളിയാണെന്ന് പറയാതെ കെട്ടിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാൻ തമാശ രൂപേണ പറഞ്ഞു. നിന്നെ കണ്ട ആർക്കാടി ഒന്ന് ചോര കുടിക്കാൻ തോന്നാത്ത പെണ്ണെ? സൗന്ദര്യം ഒഴുകിയിറങ്ങല്ലേ ഈ മൊഞ്ചത്തിയുടെ. സ്വന്തം പെണ്ണിൻ്റെ ചോര ബംഗാളിക്ക് കുടിക്കാൻ കൊടുക്കുന്ന സ്നേഹനിധിയായ എൻ്റെ കെട്ടിയൻ. അവൾ കിടന്ന കിളപ്പിൽ അതൊക്കെ ഒന്നാക്കി പറഞ്ഞു. ബംഗാളിയും മനുഷ്യനല്ലേടി. ഓവേ, വല്ലാത്ത ബംഗാളി സ്നേഹം തന്നെ. അവസാനം ഇക്കാക്കി കുടിക്കാൻ ഇച്ചിരി പോലും കാണില്ല കേട്ടോ. എൻ്റെ ചോര അവസാനം ഇക്കാക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ചോര ബംഗാളി ഊറ്റിയെടുക്കുമല്ലേ. ഇന്ന് രാവിലെ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ ആ മെലിഞ്ഞ ഈർക്കിൽ പോലെ ഇരിക്കുന്ന ഒരു നോട്ടം മുഴുവൻ എൻ്റെ കാലിലേക്കായിരുന്നു. അയ്യേ, നിൻ്റെ കാല് കണ്ടിട്ടാവും വെള്ളമിറക്കിയേ. ഞാൻ കരുതി വേറെ വല്ലതെന്ന് ഷാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേറെന്ത് കണ്ടെന്നാ മോനെ പറയുന്നേ? നിൻ്റെ അത് കണ്ട ചിലപ്പോൾ ബംഗാളി വിറച്ച് വീണൂന്ന് വരാം. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാനെന്താ തുണി ഇതാക്കി കിടക്കുക കാണിക്കാനായിട്ട്? കെട്ടിയൻ്റെ സംസാരത്തിൽ ഉള്ളിൽ എവിടെയൊരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചെറു ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. തമാശ പറഞ്ഞല്ലടി കള്ളിപ്പെണ്ണെ. പിന്നെ ഈ മെലിഞ്ഞിരിക്കുന്നവന്മാരുടെയൊക്കെ ഇത് പെരുമ്പാമ്പ് പോലെ ആയിരിക്കും കേട്ടോ. നീ ഒന്ന് സൂക്ഷിച്ചോ. അത് മാളത്തിൽ കയറാതെ. ഷാജി വീണ്ടും അവളെ കളിയാക്കി പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ഒരിളക്കം തട്ടി. ഇത്ര വർഷമായിട്ടും മറ്റൊരാളുടെ കാര്യം വെറുതെ പോലും പറയാത്ത ഇക്കായിൽ നിന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു സ്വർഗം കിട്ടിയ അനുഭൂതിയായിരുന്നു അവൾക്ക്. ഇക്ക, നീ നല്ല തെറി വിളിക്കൂ കേട്ടോ. വിളിക്കടി മോളെ, നീ എത്ര നാളായി എൻ്റെ പെണ്ണിനെ തെറി വിളി കേട്ടിട്ട്. അയ്യടാ, അത്ര കൊതിയുണ്ടെങ്കിലേ ഇനി കയറിപ്പോരെ. ഓ, ഇപ്പം ബംഗാളിയൊക്കെയല്ലേ നിൻ്റെ ചോര കുടിക്കാൻ. ഞാനിനി കാശും ചിലവാക്കി വരണോ? പോടാ എന്നും പറഞ്ഞൊരു ചീത്ത പറഞ്ഞ് ഇനി ഞാൻ ബംഗാളിക്ക് കൊടുത്തോളാം. നിൻ്റേത് കൊണ്ടുപോയി വല്ല അറബി പെണ്ണുങ്ങൾക്കും കൊടുക്കടാ എന്ന് പറഞ്ഞ് ആളിങ്ങനെ മെല്ലെ വലത് കൈ എടുത്ത് ചെറുതായിട്ട് ഗിട്. എൻ്റെ പെണ്ണിനെ തെറി കിട്ടപ്പോൾ വല്ലാത്തൊരാശ്വാസം. സൽമ, നീ എൻ്റെ ചുന്ദരി അടിമോളെ. ഞാൻ വെക്കുക മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കാനായിട്ട്. അവൾ ചിരിച്ചുകൊണ്ട് കെട്ടിയനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ കട്ടാക്കി. സാധാരണ വിളിച്ചാൽ മണിക്കൂറോളം സംസാരിക്കുന്ന സൽമ വേഗം ഫോൺ വെച്ചതിൽ ജോലിക്ക് വന്ന ബംഗാളിയോട് നന്ദിയും പറഞ്ഞ് ഷാജി ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ സൽമയുടെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു. തന്നെ നോക്കി ഇതാക്കുന്നവൻ്റെ പെരുമ്പാമ്പ് മാളത്തിലേക്ക് കയറുന്നത് ഓർത്ത് സ്വന്തമായിട്ട് എന്തൊക്കെയോ ആക്കായിരുന്നു. എൻ്റെ ഇക്ക എന്നും പറഞ്ഞിട്ട് അവസാനം അതങ്ങ് വന്നു. സ്വയം പരിപാടി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ആലസ്യത്തിലേക്ക് വീണു പോയവൾ പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 6 മണിക്കായിരുന്നു. ഉറക്കെണ്ണീറ്റ് ബാത്റൂമിലേക്ക് കയറുമ്പോഴും അവിടെയൊക്കെ നനവുണ്ട്. അത് ഒരു ബക്കറ്റിലേക്കൊക്കെ ഇട്ട് സൽമ ഇങ്ങനെ ഇരുന്നെന്ന് എന്താ പറയുക, രാവിലത്തെ കാര്യങ്ങളൊക്കെ വാഷ്റൂമിൽ ചെയ്യൂലേ, അതൊക്കെ തന്നെ. എന്തെന്നില്ലാത്തൊരു സുഖമായിരുന്നു അവൾക്ക്. അയ്യേ, ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചിന്തിച്ചതും അതും ജോലിക്ക് വരുന്ന ഒരുത്തനെ ഓർത്തിട്ട് എല്ലാം ഇക്ക കാരണമാണ്. അവൾ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴും ഒരു തരി കുറ്റബോധം പോലെ
മനസ്സിനെ വേട്ടയാടിയിരുന്നില്ല. അതുപോലെ വൃത്തിയായിരുന്നു. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങി. മകനെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് ഓരോ ജോലികളും സ്പീഡ് ചെയ്ത് അവൾ രാവിലെ ജോലിക്ക് വന്നവനെ പോലും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോൾ മോനെ സ്കൂളിൽ ബസ്സിൽ കയറ്റി തിരിച്ചു വരുമ്പോഴാണ് രാവിലെ തന്നെ വന്ന് ജോലി തുടങ്ങിയവനെ ഒന്ന് കാണുന്നത് തന്നെ. അവളെ കണ്ടതും കയ്യിലിരുന്ന് മൺവെട്ടി താഴേക്ക് കുത്തിയവൻ മെല്ലെ ഒന്ന് ചിരിച്ചു. അവളും അതുപോലെ ചെറുപുരി നൽകി അകത്തേക്ക് കയറി. ആ പോകുന്ന പോക്കിൽ അവനെ ഒന്ന് ഒഴിയാനും സൽമ മറന്നില്ല. ഇന്നലെ അവൻ്റേത് കൈലിയായിരുന്നല്ലോ, ഇന്ന് അതിന് പകരം ഒരു 3/4 പാൻറ്റാ. ദേഹത്തൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ആ കാഴ്ച തന്നെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അവൾ എന്തൊക്കെയോ ശരിക്കും ഉണരുകയായിരുന്നു. അപ്പോൾ അകത്തേക്ക് കയറി ഉറക്കുണർന്ന കുഞ്ഞിനെ കുറച്ചിടെ എടുത്തുകൊണ്ട് നടന്ന് അവൾ അതിനെ കുളിപ്പിച്ച് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം അടുക്കളയിലേക്ക് കയറിയത്. അപ്പോഴേക്കും സമയം ഏതാണ്ട് 11 മണിയോടടുത്തിരുന്നു. ഇന്നലത്തെ പോലെ അവൻ ഇന്നും കുടിവെള്ളം ചോദിക്കാൻ വരുമെന്ന് അറിയാവുന്ന അവൾ ഒരു മുഴുവൻ മുമ്പേ എറിയാനായിരുന്നു പ്ലാൻ ചെയ്തത്. വെള്ളം ചെറു ചൂടോടെ ജഗിലേക്ക് പകർന്നവൾ ഒരു മതയാനയെ പോലെ അഴിഞ്ഞു കിടന്ന് മുടിയും വാരിക്കെട്ടി അതൊക്കെ ഇങ്ങനെ ഇതാക്കി എന്താ പറയുക, അവനെ കൊതിപ്പിക്കുന്ന പോലെ തന്നെ മെല്ലെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ തന്നെ കണ്ട അവൻ്റെ കിളി പോകുമെന്ന് തോന്നിപ്പോയ സൽമ ചുണ്ടിലൊരു കള്ള ചിരി വരുത്തി മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കാലൊച്ച കേട്ടതും ജോലി നിർത്തി അവൻ ചിരിച്ചുകൊണ്ട് വെള്ളം വാങ്ങിച്ചു. അയ്യോ താത്ത, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, കണ്ടില്ലേ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുക. അവനിങ്ങനെ മൊത്തത്തിൽ കണ്ണെറിഞ്ഞുകൊണ്ട് അവളോടായിട്ട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, സർമ്മ പറഞ്ഞു. ഒന്നും പറയേണ്ട താത്ത, കണ്ടില്ലേ വൃത്തിയാക്കി വന്നപ്പോൾ കുറച്ച് പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു മണ്ണിൽ. അവൻ അടുത്തിരുന്ന കൊട്ടയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സൽമയ്ക്ക് ആകെ ഒരുമാതിരി. അതിൽ നിറയെ തൻ്റെ പഴയ ഉള്ളിലിടുന്നതൊക്കെയാണ്. 3-4 വർഷം മുമ്പ് വീട് വൃത്തിയാക്കിയപ്പോൾ കീറിയതൊക്കെ വാരിക്കളഞ്ഞതാ. അതെല്ലാം മണ്ണിൽ നിന്ന് തട്ടിക്കിടഞ്ഞ് കൊട്ടയിലിട്ടേക്കുന്ന കണ്ടതും അവളുടെ മുഖം ആകെ ഒന്ന് ചുവന്നു. എന്തായാലും ഇതെല്ലാം പിറകുവശത്ത് കൊണ്ടുപോയി കത്തിക്കാൻ താത്തോ, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവളൊന്ന് മൂളി. അപ്പോഴും അവൻ്റെ നോട്ടം അവിടെയൊക്കെ തന്നെ ആയിരുന്നു. നോക്കാനും കാണാനൊക്കെ ആളുകൾ ആരും ഇല്ലെങ്കിൽ മിക്ക വീടുകളുടെയും പരിസരം ഇങ്ങനെ ആയിരിക്കും. മുഴുവനും കാട് കയറിയില്ലേ. ഇക്ക പോയിട്ട് കുറേ ആയില്ലേ താത്ത, ഇക്ക ഉണ്ടായിരുന്നതിൽ ഇത്രയും കീറില്ലായിരുന്നു, അവൾ അവനോട് പറഞ്ഞു. അത് ശരിയാ, പക്ഷേ എന്തായാലും ഇക്ക ഇല്ലാത്തത് നന്നായി. എന്താ, അതുകൊണ്ടല്ലേ താത്ത എനിക്ക് ജോലി കിട്ടിയത്. ഞാനിനി വേണ്ട പോലെ കണ്ടറിഞ്ഞ് ചെയ്തോളേ. അത് കൊള്ളാലോ, അവൾ അവനെ നോക്കി ചിരിച്ചു. അല്ല, തൻ്റെ പേരെന്താ? അനീഷ്, അവനത് പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് വെള്ളം വെച്ച് കുടിക്കുമ്പോൾ സൽമ ഒന്ന് മൂളിക്കൊണ്ട് തനിക്ക് നേരെ നിൽക്കുന്ന അവനെന്ന് നോക്കി. വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു അവളുടെ കണ്ണുകൾ തേടിയെത്തിയത്. ആ നിപ്പ്, അത് തന്നെ. ആ ഒരു കാഴ്ചയിൽ തന്നെ തൻ്റേതിലെന്തോ ഒരു അനക്കം തട്ടിയ പോലെ അവളിങ്ങനെ കണ്ണ് താഴേക്കിറങ്ങിയതും ശരിക്കും ഒന്ന് ഞെട്ടി. എന്തോ താഴെയില്ലേ അവൻ്റേത്, അത് ഇങ്ങനെ കാണാം. എൻ്റെ ഉമ്മ, എന്തു വലുതാ അത്. സൽമ നെടുവീർപ്പ് കൊണ്ട് മനസ്സിൽ മൊഴിഞ്ഞു പോയി. അത്രയ്ക്ക് നീളം ഉണ്ടായതുപോലെ തോന്നിയിട്ടുണ്ട് അവൾക്ക്. ഇന്നലെ തൻ്റെ കെട്ടിയൻ പറഞ്ഞത് ശരിക്കും ശരിവെക്കുന്നതായിരുന്നു അവിടെ കിടന്നിരുന്നത്. അവൻ വെള്ളം കുടിക്കും വരെയും അത് നോക്കി വെള്ളം ഇറക്കിപ്പോയ സൽമ മെല്ലെ അവനോട് ചിരി നൽകി തിരിച്ചു പോകുമ്പോൾ അവനെന്ന് കൊതിപ്പിക്കാൻ മറന്നിട്ടുമില്ലായിരുന്നു. താത്താക്ക് കാണാൻ വേണ്ടി അനീഷ് മനഃപൂർവ്വമായിരുന്നു ഇന്ന് പാൻ്റ് ഇട്ടതും അതിനുള്ളിൽ ഇടാതിരുന്നതും. അവളെല്ലാം കണ്ടെന്ന് മനസ്സിലാക്കിയവൻ വീണ്ടും സന്തോഷത്തോടെ പണിയെടുക്കാൻ തുടങ്ങി. സൽമയാണെങ്കിൽ അവൻ്റെ കിളി പറത്താൻ പോയിട്ട് തൻ്റെ കിളി പാറിയ അവസ്ഥയിലും. എന്നാലും എൻ്റെ അനീഷേ, എൻ്റെ പടവലങ്ങിയാടാ അത്. അവൾ ഓരോന്ന് ചിന്തിച്ച് അകത്തേക്ക് കയറി അടുക്കളയിൽ നിന്ന് അവനെ നോക്കാൻ തുടങ്ങി. ജോലി ചെയ്യുന്നതിനിടയിൽ എന്തൊക്കെയോ അവളും കാട്ടിക്കൂട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് ശമിപ്പിക്കണ്ടേ. വിവാഹം കഴിഞ്ഞ് ഈ ദിനം വരെയും മനസ്സിൽ മറ്റൊരു ചിന്തയില്ലാതെ നടന്ന അവളുടെ മനസ്സാകെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 3-3.5 വർഷം കെട്ടിയ നാട്ടിലില്ലാത്തപ്പോൾ പോലും ഇങ്ങനെയൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും മനസ്സ് അനുവദിച്ചിട്ടില്ലായിരുന്നു. ഇന്നും തൻ്റെ കെട്ടിയവൻ്റെ വാക്കുകളാണ് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന്
അവളെ ഉണർത്തിയത്. ഉള്ളിൽ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു പോയ അവൾ ആകെ ഒരു ചൂട് കയറിയ അവസ്ഥയിലായിരുന്നു. സമയം അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. വീട്ടുജോലികളൊക്കെ രാവിലെ തന്നെ ഒതുക്കുന്ന സൽമ മക്കളുടെ തുണിയും കഴുകിയിട്ട് കുളിച്ച് തിരക്കൊഴിയുമ്പോഴാണ് പുറത്ത് അതികഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്ന അനീഷിനെ വീണ്ടും ശ്രദ്ധിക്കുന്നത്. അകത്തെ ജനൽപ്പാളിയിലൂടെ അതിങ്ങനെ നോക്കി അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ, എന്തൊക്കെയോ കൊതിച്ചു പോകുന്ന പോലെ. അപ്പോഴാണ് അതിനുള്ള വഴിയും ദൈവം കാട്ടിത്തന്നത്. വേഗം തന്നെ അവൾ അടുക്കളയിലേക്ക് കയറി ഫ്രിഡ്ജ് തുറന്ന് കുപ്പിയിലുണ്ടായിരുന്ന ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വെയിൽ കൊള്ളുന്നത് ഒന്ന് തണുപ്പിൽ കയ്യിൽ ജ്യൂസാണെങ്കിൽ മനസ്സിലൊന്ന് ചൂട് പിടിപ്പിക്കാൻ അവൾ അതൊക്കെ മാറ്റി എല്ലാം സെറ്റായിട്ട് തന്നെ ഇറങ്ങിപ്പോയത്. ഒരു മഞ്ഞ നിറത്തിലുള്ള കോട്ടൺ നൈറ്റിയായിരുന്നു ആളുടെ വേഷം. അവളെ പിന്നെ രസമായതുകൊണ്ട് പിന്നെ പറയണോ, കണ്ടുള്ളു പോകും. സൽമയ്ക്കത് ഉറപ്പായിരുന്നു. അതുപോലെ ആയിരുന്നു അതൊക്കെ നിന്നിരുന്നതും. ഒടവ് തട്ടാത്ത പോലെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലെത്തതൊക്കെ. വാതിൽ തുറന്ന് അവനെ കൈകാട്ടി അടുത്തേക്ക് വിളിക്കായിരുന്നു അവളെ കണ്ടതും ജോലി നിർത്തി അനീഷ് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ അവൾ നോക്കിയത് അവൻ്റെ താഴേക്ക് തന്നെയായിരുന്നു. നേരത്തെ കണ്ടതിൻ്റെ അത്ര ഇല്ലെങ്കിലും നീളം അസാധ്യമായിരുന്നു. കെട്ടിയൻ്റെത് ഒന്ന് സെറ്റായ പോലും ഇത്ര ഉണ്ടാവില്ല. അടുത്തേക്ക് വന്ന് അനീഷിന് ജ്യൂസ് കൊടുത്തുകൊണ്ട് അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. നല്ല വെയിലുണ്ടല്ലോ അനീഷേ, ഇനി ഉച്ച കഴിഞ്ഞൊക്കെ ചെയ്താൽ മതി കേട്ടോ. വെയിലും മഴയൊക്കെ ഇതിലുള്ളതല്ലേ താത്ത, വാങ്ങുന്ന കൂലിക്കെങ്കിലും ജോലി ചെയ്യണ്ടായോ? അവൻ പറഞ്ഞു. ഓ, ഞാൻ അത്ര കണ്ണിച്ചൊരില്ലാത്ത ആളൊന്നുമല്ല കേട്ടോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ മെല്ലെ ചിരി നൽകി. താത്തയുടെ പേരെന്താ? സൽമ. ഇക്ക് ഗൾഫിലാണോ താത്ത? ദുബായിലാണ്. ഇപ്പോൾ വന്നിട്ട് പോയിട്ട് 2 വർഷത്തോളം ആകുന്നു. സൽമ അവനെ കാണിക്കാൻ എന്ന പോലെ അതൊക്കെ ഇതാക്കി പറഞ്ഞു. അവനാണെങ്കിൽ കണ്ണെടുക്കാതെ അവിടെ തന്നെ നോക്കി നിന്നത്. വരത്തില്ല, എത്രയും കാട് കയറിയത്, അവൻ തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. കൂടെ അവളും. അതെന്തായാലും നല്ലതല്ലേ, കാട് വെട്ടാനുള്ള ഭാഗ്യം കിട്ടിയില്ല അനീഷിന്. ആ നന്ദി എന്നും താത്തയുടെ ഉണ്ടാകും. പിന്നെ കുറച്ച് കാടൊക്കെയുള്ളത് നല്ലതാ താത്ത, എന്നാലല്ലേ ആരെങ്കിലൊക്കെ വെട്ടാനും കാണത്തുള്ളൂ. അവനവളെ അടിമുടിയെന്ന് നോക്കി അർത്ഥം വെച്ച് പറഞ്ഞു. നിന്നെ നോട്ടം കണ്ടാൽ അറിയാലോട് അനീഷ്, നീ കുറേ കാട് വെട്ടിയിട്ടുണ്ടെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. തൽക്കാലം അനീഷ് വെട്ടിയാൽ മതി, പിന്നെ ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം കേട്ടോ, ഇഴജന്തുക്കൾ വല്ലതൊക്കെ കാണും. അതൊക്കെ നോക്കുന്നുണ്ടാത്ത, മരുന്നിന് പോലും ഒരെണ്ണം എവിടെയെങ്കിലും കാണുന്നില്ല. അതിന് ആദ്യം കാട് തെളിക്കണം, എന്നാലല്ലേ മാളം കാണാൻ പറ്റൂ. അവൾ അടുത്ത് കിടന്നൊരു തടിയുടെ മേലേക്ക് വലത് കാല് പൊക്കി വെച്ച് പറഞ്ഞതും അവനിങ്ങനെ ചരിഞ്ഞ് നിന്ന് അവൾക്ക് നേരെ നിന്ന് അതിങ്ങനെ നോക്കി വെള്ളം ഇറക്കി. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ കാലും സ്വർണ്ണ പാദസരവും. അതൊക്കെ ഇപ്പോൾ നല്ലപോലെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റേതേ നല്ല ബലം വെച്ച് വരുന്നുണ്ട്. എൻ്റെ താത്ത ഇവിടെ തന്നെ ഇങ്ങനെ കാട് കയറുന്നു, അപ്പോൾ മേലേക്ക് കയറിയാൽ എന്തായിരിക്കും സ്ഥിതി? അവിടെ നോക്കിയിട്ട് അവനിങ്ങനെ പറയുന്നത്. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് സൽമയ്ക്ക് നല്ല പോലെ മനസ്സിലായിരുന്നു. അവക്കാണേ ആകെ ഒരു ചൂട് കയറിയ അവസ്ഥയും. ഈ കാട് കണ്ട് പേടിച്ചാൽ എങ്ങനെ അനീഷേ, പയ്യെ തിന്നാ പനിയും തിന്നാന്നല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇത് തിന്നിട്ടെൻ്റെ കാര്യം, അവനൊരാവേശത്തോടെ പറഞ്ഞു. എന്ത് തിന്നാൻ? സൽമ ചെറിയ നാണത്തോടെ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല താത്ത, ഈ കാടൊക്കെ വെട്ടുന്ന കാര്യമാണ്. അതായിരുന്നോ? എന്താ താത്ത, വല്ലതും പറഞ്ഞായിരുന്നോ? ഈ പുല്ലൊക്കെ ഇങ്ങനെ കാട് പോലെ വളർന്നുകൊണ്ടായിരിക്കും. നല്ല വെള്ളച്ചീമ്പലുണ്ട് മണ്ണിന്. നോക്കാനും കാണാനൊക്കെ ആളില്ലാതിരിക്കില്ല അനീഷേ, അതായിരിക്കും ഈ വെള്ളം ചീമ്പൽ. ഇനി താത്ത ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇക്കെല്ലാത്തിൻ്റെ കുറവും ഉണ്ടാവില്ല. ഈ കാടും പുല്ലും ഒക്കെ വൃത്തിയാക്കി വെള്ളം ചീമ്പൽ നിർത്തിയിട്ട് ഞാൻ പോകും. അവൻ അതും പറഞ്ഞ് സൽമയെ നോക്കി ചിരിച്ചു. അവളാണെങ്കിൽ ആകെ എന്തൊരവസ്ഥയിലായിരുന്നു. ഒന്ന് ചിരിച്ച് വീണ്ടും അവിടേക്ക് നോക്കി. എന്താ പറയുക, എന്തായാലും വേണ്ടിയില്ല, ചെയ്യുന്ന പണി വൃത്തിയായി തന്നെ എടുക്കണം, അതാ എനിക്കിഷ്ടം. അതിന് കുറച്ചധികം സമയം എടുത്താലും കുഴപ്പമില്ല. അതെനിക്ക് താത്തയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എനിക്കത് തന്നെ ഇഷ്ടം. സമയം എടുത്ത് ചെയ്യണം എന്ത് കാര്യവും, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവും. അതെന്തായാലും കാര്യമായി.
അതിരിക്കട്ടെ, അനീഷ് ഇതിനു മുമ്പ് എവിടെയെങ്കിലും കാട് വെട്ടാനൊക്കെ പോയിട്ടുണ്ടോ? സൽമ എന്ന് ചോദിച്ചു. കീറിയങ്ങിതാക്കിയാലൊന്നു പോലും തോന്നിപ്പോയി അവന്. അമ്മാതിരി നിപ്പ അവൻ നിൽക്കുന്നത്. ഒന്ന് രണ്ടിടത്ത് പോയി വെട്ടിയിട്ടുണ്ട് താത്ത. ഈ കെട്ടിയന്മാർ നാട്ടിലില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാടേറി പോയില്ലേ? അതുപോലെ രണ്ടിടത്ത് പോയി വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവൻ ജ്യൂസ് കുടിച്ച് ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുക്കാനേ കുറച്ചടുത്തേക്ക് നീങ്ങി. എന്നാൽ സൽമ അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു, പിന്മാറാൻ പോലും തയ്യാറാവാതെ. അപ്പോൾ പണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതല്ലേ താത്ത പറഞ്ഞപ്പോൾ തന്നെ പണി ഏറ്റെടുത്തത്. കാട് വെട്ടി മാളം തെളിക്കാൻ തീരുമാനിച്ചെന്നെയാണല്ലോ ആള് മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താത്ത കൂടി വിചാരിച്ച കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അടുത്തു നിന്ന് അവൻ അവിടേക്ക് നോക്കി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അനീഷ് പണിയെടുക്കാൻ തന്നെ നിൽക്കുവാണെന്ന്. അവിടെ ഒന്നിതാക്കാൻ ആഗ്രഹമൊക്കെ അവൾക്ക് തോന്നി. അയ്യോ, മോൻ ഉണർന്നു അനീഷെ, അതും പറഞ്ഞ് അവൾ അടുക്കള വഴി അകത്തേക്ക് കയറി. താത്തയ്ക്ക് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. അതിങ്ങനെ ഇതാക്കി അവൻ അവിടെ തന്നെ ഇരുന്നു. ഇതൊക്കെയാണിത്. അവളെ ആക്കുന്നത് ഓർക്കുക അവൻ. ആ സംസാരത്തിന് ശേഷം സൽമ ആകെ എന്തൊരവസ്ഥയില്ല ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. ഉച്ചയ്ക്ക് പതിവന്ന പോലെ ഒന്ന് ഉറങ്ങാൻ കിടന്നിട്ടും അവളുടെ മനസ്സ് നിറയെ അനീഷിൻ്റെ അതൊക്കെയായിരുന്നു. ആ പടവലങ്ങി അതിനെ ഒന്നിതാക്കാം. എന്തൊക്കെയൊരു വെപ്രാളം. കുഞ്ഞിനെ എടുത്തുകൊണ്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന അവൾ അനീഷിനെ ഇടം കണ്ടിട്ട് നോക്കിയും അവനെ കാണിക്കണമെന്ന പോലെ കസാരയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചും സ്വന്തമായിട്ട് രസം കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് വൈകിട്ട് ജോലി നിർത്തി പോകാൻ നേരവും അനീഷിനെ നല്ല രീതിക്ക് കൊതിപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടത്. അവനും നിസ്സാരക്കാരനല്ല. അതുപോലെ തന്നെയായിരുന്നു അവളെയും നല്ല രീതിക്ക് കൊതിപ്പിച്ചിട്ട് തന്നെയാണ് അവനും പണി കഴിഞ്ഞ് പോയത്. ഒരു വട്ടം കൈ കിട്ടിയ അവളെ പിന്നീട് ഒരിക്കലും തൻ്റെ കയ്യിൽ നിന്നും വഴുത്തി പോകാത്ത രീതിയിൽ പണി അവന് നല്ല പോലെ അറിയാമായിരുന്നു. കയറിയാക്കി കഴിഞ്ഞാൽ താത്ത തരുമെന്ന് അറിയാമായിരുന്നു അവന്. അവളെ പരമാവധി നല്ല രീതിക്ക് അത് ഇളക്കിയിട്ടിതാക്കാനായിരുന്നു പ്ലാൻ. ആ പ്ലാനോട് കൂടി കഥ തീരാതെ തീരുക. അടുത്തെന്തൊക്കെയാണ് സംഭവിച്ചെന്ന് അടുത്ത കഥയിൽ കാണാട്ടോ. നല്ല പച്ചയ്ക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടോ, ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ.